ഹലോ, വൈഷ്ണവ് മച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു എങ്ങനെ ഒരു മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനകത്ത് ഫ്ലൈ മെഷീൻ ഉണ്ടാക്കാമെന്നുള്ള ഐഡിയാസൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫ്ലൈ മെഷീൻ ഉപയോഗിച്ച് തന്നെ നമുക്കൊരു ഷുഗർ കെയിൻ ഫാം വിത്ത് ബാംബു ഫാമും കൂടെ വർക്ക് ചെയ്തെടുക്കാം. മൊത്തത്തിൽ പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റൽ എപ്പിസോഡ് പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മാക്സിമം ഒരു സപ്പോർട്ട് തരിക. ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷുഗർ കെയിൻ ഫാമും ബാമ്പും കൂടെ ഫാം ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, ജസ്റ്റ് ഒരു പതട്ട് വെച്ചിട്ട് അതിനടിയിൽ കൂടെ കുറച്ച് മൈൻ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നതേ ഉള്ളൂ. അല്ല, ചുമ്മാ നമ്മുടെ ഫ്ലൈ മെഷീനാണ് ആയിരിക്കുന്നത്. പിന്നെ ഷുഗർ കെയിൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലോട്ടൊന്ന് പോകാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് പോകണമെന്ന് വെച്ചാൽ കുറച്ച് മൈൻ ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെയിലൊക്കെ വെച്ച് ഞാൻ ഹോപ്പറിലോട്ടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഐറ്റംസൊക്കെ. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് മൈൻ ഗാർഡ്സ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ മണ്ടയിലുള്ള ഐറ്റംസൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ഉടനെ അത് പിക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഷുഗർ കെയിൻ നമുക്ക് സാധാരണ ഫാം ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി വെള്ളമുള്ള സ്ഥലത്ത് പോവുക, ഷുഗർ കെയിൻ വെക്കുക, കുറച്ച് ടെമ്പററി ബ്ലോക്ക് എടുത്ത് പുറകിൽ ഇങ്ങനെ വെക്കുക, കറക്റ്റ് കുറച്ച് ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് വെക്കുക. പിന്നെ ഒരു പിസ്റ്റൺ വെക്കുക. പിന്നെ അതിൻ്റെ മണ്ടയിൽ ഒരു ഒബ്സർവർ അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുക. പിന്നെ പിസ്റ്റൻ്റെ പുറകിൽ ടെമ്പററി ബ്ലോക്ക്, പിന്നെ അതിന് മണ്ടയിൽ റെസ്റ്റോൺ ടെസ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും നമ്മുടെ ഷുഗർ കെയിൻ ഇങ്ങനെ ഫാം ചെയ്യുന്നത് അല്ലേ. 3 വെക്കാകുമ്പോഴത്തേക്കും അത് തന്നെ പിസ്റ്റൺ പവർ ചെയ്ത് ഫുള്ള് സെറ്റാവും. ഇതുപോലെ തന്നെ നമുക്ക് ബാമ്പും ഫാം ചെയ്യാൻ പറ്റും. ബാമ്പും വളരുമ്പോൾ അതും അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ സാധാരണ നമ്മൾ ഇങ്ങനെ ഫാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലൈ മെഷീൻ. അതെ, ഫ്ലൈ മെഷീനിൻ്റെ ഒരു മോഡലാണിത്. ഇത് വെച്ച് നമുക്ക് ഒന്ന് ഓണാക്കി കാണിക്കാം. ഞാൻ ഓണാക്കട്ടെ. അതെ, നമ്മുടെ ഫ്ലൈ മെഷീൻ ഇവിടെ വർക്കാകുന്നുണ്ട്. ഇത് അങ്ങ് അറ്റം വരെ പോകും. എന്നിട്ട് അത് അവിടെ പോയിട്ട് തിരിച്ചു വരും. ഈ വരുന്ന പോലെ തന്നെ തിരിച്ച് അപ്പുറത്തെ സൈഡ് വരെ ഈ ഫ്ലൈ മെഷീൻ ചെന്നിട്ട് അവിടെ സ്റ്റോപ്പായിട്ടിരിക്കും. തിരിച്ചു വരാനുള്ള സംഭവമൊക്കെ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനിത് ഫ്ലൈ മെഷീൻ ഉണ്ടാക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്നും കാര്യങ്ങളൊക്കെ. നമ്മൾ പുറകിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്ലൈ മെഷീൻ തിരിച്ചു വിടുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് ഉന്തി വിടുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ ഫ്ലൈ മെഷീൻ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കാണിക്കുന്ന പോലെ 2 ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് ഒരു സ്ലൈം ബ്ലോക്ക് 7 ബ്ലോക്ക്, അപ്പോൾ 3, 4, 5, 6, 7 ബ്ലോക്കിൽ ഇങ്ങനെ വെക്കുക. കുറച്ച് മുമ്പോട്ട് വെച്ചിട്ട് ഒരു പിസ്റ്റൺ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. സ്റ്റിക്കി പിസ്റ്റൺ അല്ല, സാധാ നോർമൽ പിസ്റ്റൺ എടുത്ത് ഇങ്ങനെ വെക്കുക. ടെമ്പററി ബ്ലോക്ക് വെക്കുക ഇവിടെ. പിന്നെ ഒരു ഒബ്സിഡിയൻ എടുത്ത് പിസ്റ്റൻ്റെ സൈഡിൽ വെക്കുക. പിന്നെ ഒരു ഒബ്സർവർ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന പോലെ വെക്കുക. സ്റ്റിക്കി പിസ്റ്റൺ ഇങ്ങോട്ട് വെക്കണം. അതിൻ്റെ ടെമ്പററി ബ്ലോക്ക് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നും ഒരു സ്റ്റിക്കി പിസ്റ്റൺ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നവരെ വെക്കുക. എന്നിട്ട് ഈ ടെമ്പററി ബ്ലോക്ക് ഈ സൈഡ് അങ്ങോട്ട് വയ്ക്കുക. പിന്നെ ഇവിടെ സ്ലൈം എടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കണം. ഈ ഒരു ഷേപ്പിൽ വെക്കുക. എന്നിട്ട് ഈ അറ്റത്തൂന്ന് 1, 2, 3 വെക്കണം. അവിടെ ഗ്ലാസ് ഉണ്ട്, അപ്പം ഗ്ലാസ്സിൽ വരെയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ലൈറ്റ് എടുത്ത് വെക്കാം പെട്ടെന്ന് കിട്ടാനായിട്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ ആ ഒരു സ്ലൈമിൻ്റെ പുറകിൽ അത് ഇങ്ങനൊരു ഒബ്സൈഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊരു ഒബ്സർവർ അപ്പുറത്തോട്ട് ഫേസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് ഇതിനടിയിൽ കുറച്ച് ബ്ലോക്ക് എടുത്ത് ഇങ്ങനെ വെക്കുക. റിപ്പീറ്റർ എടുത്ത് ഇങ്ങനെ വെക്കുക. ആദ്യത്തെ റിപ്പീറ്റർ ഒന്ന് അടിക്കുക. ബാക്കി രണ്ടാമത്തെ പുറകിലത്തെ 2 റിപ്പീറ്ററും ഫുള്ളാക്കിയിടുക. പിന്നെ റെസ്റ്റോൺ ഡസ്റ്റ് എടുത്ത് ഇങ്ങനെ വെക്കുക. പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ടൊന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ബട്ടർ എടുത്ത് അവിടെ വയ്ക്കുക. പിന്നെ ഒരു ഇതെടുത്ത് ഇങ്ങനെ വെക്കുക, പിസ്റ്റൺ. എന്നിട്ട് ഒരു ഒബ്സർവർ എടുത്ത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണാം. എനിക്ക് തന്നെ ഇവിടെ കാണുമല്ലേ. പിന്നെ ഈ പിസ്റ്റൻ്റെ ഒബ്സർവറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി അതിൻ്റെ എന്താ പറയുക
അപ്പുറത്തോട്ട് സൈഡിലോട്ട് പിന്നെ നമ്മുടെ സ്ലൈം മെഷീൻ പോകുന്ന പോലെ സെറ്റപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നൊരു 4 ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് 2 ബ്ലോക്ക് ഇതിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് ഡസ്റ്റ് വെക്കുക. പിന്നെ റിപ്പീറ്റർ ഫുൾ ഇടണം, മൊത്തം മാക്സിമം കിടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ പിസ്റ്റൺ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ഒരു ഒബ്സർവർ അങ്ങനെ അപ്പുറത്തോട്ട് ഫേസ് ചെയ്യുന്നത് അത് ആരോ ബ്ലോക്കിലിട്ട് വെക്കണം. എന്നിട്ട് ഒരു ഒബ്സീഡിയൻ എടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലൈ മെഷീൻ. ഞാൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്തോ കൂടോത്രത്തിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഏതായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഫ്ലൈ മെഷീൻ്റെ പരിപാടി. ഇത് വെച്ചിട്ട് നമുക്ക് കെൽപ്പ് ഫാം, ഷുഗർ കെയിൻ, ബാമ്പു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇടാൻ താമസിക്കുന്ന കാരണം നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങി, പരീക്ഷയൊക്കെയാണ്. അപ്പം കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പരീക്ഷയൊക്കെ ആയിട്ട് ഫെസ്റ്റിവലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം കുറച്ച് വിഷയമാണ്. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ സർവൈവൽ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഒരുപാട് ഉപയോഗം വരുമെന്ന് തോന്നുന്നു. ഫ്ലൈ മെഷീനൊക്കെ വെച്ച് നിങ്ങൾ നെതറിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ, അവിടെ മണ്ടയിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. ഗ്യാസ് സ്റ്റവ് ഒന്നും അടിച്ചില്ലെങ്കിൽ ഇത് ചാവത്തില്ല. ബൈ. See you guys next episode. Take care. Bye.